പ്രിയമുള്ളവരെ, കഴിഞ്ഞ 2 പ്രാവശ്യം നമ്മൾ സ്നേഹത്തിനെ കുറിച്ച് ഇങ്ങനെ ചർച്ച ചെയ്ത് വരികയാണ്. ഒന്നാമത്തെ നമ്മൾ പറഞ്ഞിരുന്നു, നമ്മുടെ ഇഷ്ടമുള്ള ആളുകൾക്ക് സമയം. ഒന്നാമത്തെ നമ്മൾ അവരുടെ സംസാരത്തിലൂടെയുള്ള സ്നേഹം. നമ്മളൊരിക്കലും സ്നേഹം മറച്ചു വെക്കേണ്ടവരല്ല, സംസാരത്തിലൂടെ അവർക്ക് സ്നേഹം പകരുക. ചിലർക്ക് അതിലേറെ പ്രാധാന്യം അവർക്ക് സമയം കൊടുക്കുക എന്നുള്ളതാണ്. അവരെ കേൾക്കാനും അവരെ കൂടെ ഇരിക്കാനും, തിരക്കുകൾ മാറ്റി വെച്ച് കുറഞ്ഞ സമയം മക്കളുമായിരിക്കാനും, ഭാര്യയും ഭർത്താവും തമ്മിലിരിക്കാനും കുറച്ച് സമയം അവർക്ക് തിരക്കുള്ള സമയത്ത് കൊടുക്കുക എന്നുള്ള വിഷയമാണ് നമ്മൾ രണ്ടാമത് പറഞ്ഞത്. മൂന്നാമത് ഒരു ഭാഗം ആഗ്രഹിക്കുന്നത് ഇതൊന്നും ആയിരിക്കില്ല. അവർക്കിപ്പോൾ സംസാരവുമല്ല അവർ പ്രാധാന്യം കൊടുക്കുന്നത്, സമയവുമല്ല. മൂന്നാമതൊരു ടീം ആഗ്രഹിക്കുന്നത് ഫിസിക്കൽ ടച്ച്, സ്പർശനത്തിലൂടെ സ്നേഹം കൈമാറുക. അതായത് ഹഗ്. നമ്മളെ സുഹൃത്തുക്കൾ തമ്മിൽ കണ്ടുമുട്ടുമ്പോൾ അല്ലെങ്കിൽ സ്നേഹിക്കുന്നവർ തമ്മിൽ കണ്ടുമുട്ടുമ്പോൾ കൊടുക്കുന്ന ആ ഒരു സ്നേഹിക്കുന്ന സമയത്ത് നമ്മൾ നൽകുന്ന ഹഗ്, അത് ഒരുപാട് എനർജി അവർക്ക് പാസ് ചെയ്യുന്ന ശാസ്ത്രം തന്നെ കണ്ടെത്തിയിട്ടുണ്ട്. ദേശങ്ങളിലൊക്കെ പോയവർക്കറിയാം, അറബി സഹോദരൻ നമ്മൾ ആദ്യം കാണുമ്പോൾ സലാം പറയുകയും മുസാഫത്ത് ചെയ്യുകയും ചെയ്യുന്ന ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നല്ലൊരു അധ്യാപനം നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ സൗഹൃദത്തിന് വില കൽപ്പിക്കുന്നവരൊക്കെ അവർക്ക് ചിലപ്പോൾ ഫിസിക്കലായിട്ട് തലോടലുകളിലൂടെ, ചെറിയ മക്കളോടൊക്കെ എപ്പോഴും വളരെ സ്നേഹത്തോടെ തലോടലുകളിലൂടെ നാം അവരോട് സ്നേഹം പ്രകടിപ്പിക്കണം. നമ്മളൊക്കെ അവരുമായി നടക്കുന്ന സമയത്ത് നമ്മുടെ ടച്ച്, സ്പർശനം, അത് മക്കൾക്കൊക്കെ വലിയൊരു പോസിറ്റീവ് എനർജിയാണ്. നാം അവരെ കേൾക്കുന്നതോടൊപ്പം തന്നെ അവരുടെ സ്ട്രെസ്സ്, അവരുടെ മനസ്സിലുള്ള ആ വിഷമങ്ങളൊക്കെ തീരാൻ ഒരു ഹഗ്ഗിലൂടെ പരിഹാരമാവും. ഒന്ന് കെട്ടിപ്പിടിച്ച് അണച്ചു കൂട്ടുമ്പോൾ അവർക്ക് കിട്ടുന്നത്, എനിക്ക് എന്തോ നഷ്ടപ്പെട്ടതൊക്കെ തിരികെ കിട്ടി, അല്ലെങ്കിൽ വിഷമിക്കുന്ന സമയത്തൊന്ന് അണച്ചു കൂട്ടുമ്പോൾ കിട്ടുന്ന ആ ഒരു വലിയൊരു സ്നേഹമുണ്ട്. പഴയ കാലത്തെ നമ്മുടെ വല്യമ്മമാർ, ഉപ്പമാർ, ഉമ്മമാർ, വയസ്സായ ആളുകൾ അവർ ചേർത്ത് പിടിച്ച് തരുന്ന ചുംബനങ്ങൾ ഇന്നും മായാതെ മറക്കാതെ ഓർമ്മകൾ വരികയാണ്. പലരും നമ്മളിന്ന് വിട പറഞ്ഞു പോയി. അവരുടെ ഖബറിൻ്റെ ചാരത്ത് പോകുമ്പോൾ ആദ്യം ഓർമ്മ വരുന്നത് അവർ നമ്മൾ അണച്ചു കൂട്ടി തന്ന ആ ഫിസിക്കൽ ടച്ചാണ്. അപ്പോൾ നമ്മൾ നല്ല രൂപത്തിൽ ഫിസിക്കലായിട്ട് നമ്മൾ നല്ല രൂപത്തിൽ ടച്ച് ഉണ്ട് എങ്കിൽ അവർക്ക് ബാഡ് ടച്ച് ചെയ്ത് അല്ലെങ്കിൽ നല്ല ടച്ച് ചെയ്ത് എന്നവർക്ക് മനസ്സിലാക്കാൻ കഴിയും. അപ്പോൾ ആദ്യം മാതാപിതാക്കൾ അവരെ നല്ല രൂപത്തിൽ വളർത്തിയെടുക്കുക, തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും സ്പർശനം. ചിലർക്ക് അപ്പം തീരെ തൊടാത്ത ഒരാൾ ആണ് എങ്കിൽ വളരെ ബുദ്ധിമുട്ടാണ്. ചിലരിങ്ങനെ ഒരുപാട് കറങ്ങുന്നുണ്ടാവും, സംസാരിക്കുന്നുണ്ടാവും, സമയം കൊടുക്കുന്നുണ്ടാവും, പക്ഷേ ടച്ച് ചെയ്യുന്നുണ്ടാവില്ല. അപ്പോൾ സ്നേഹിക്കുന്നവർ തമ്മിൽ ടച്ച് ചെയ്യുക എന്നതാണ് ഇനി പറയാനുള്ള മൂന്നാമത്തെ സ്നേഹത്തിൻ്റെ ഭാഗമാകുന്ന ഫിസിക്കൽ ടച്ച് എന്ന ഭാഗം. അപ്പോൾ ഇത് കേൾക്കുന്നവരൊക്കെ അത് പ്രത്യേകം ശ്രദ്ധിക്കുമെന്ന് ഉണർത്തട്ടെ.